പത്തിരിപ്പാല സദനം അതിർക്കാട് റോഡ് ചെളിക്കുളമായി. കുടിവെള്ള പദ്ധതിക്കായി റോഡ് കീറി ചാലെടുത്തതോടെയാണ് ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായത്. മഴയ്ക്ക് മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച് റോഡ് റീസ്റ്റോർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി തരാമെന്ന കരാറുകാരൻ വാക്ക് പാലിച്ചില്ലെന്നും നാട്ടുകാർ പറയുന്നു. ജില്ലാ കലക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രദേശവാസികൾ. ജൽജീവൻ മിഷന്റെ പദ്ധതിക്കായിട്ടാണ് മാസങ്ങൾക്ക് മുൻപ് ഞാവളിൻ കടവിൽ നിന്നും ഒരാൾ ഉയരത്തിൽ റോഡ് മുറിച്ച് ചാലെടുത്തത്. എന്നാൽ മഴയ്ക്ക് മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച് റോഡ് റീസ്റ്റോർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി തരാമെന്ന കരാറുകാരൻ ഉറപ്പു നൽകിയതായി വാർഡംഗം പറഞ്ഞു. എന്നാൽ കരാറുകാരൻ വാക്കുപാലിച്ചില്ല. നിർമ്മാണം പൂർത്തീകരിക്കാതെ ഒരു മാസമായി ഇതേ കിടപ്പാണ് റോഡ്. കീറിയ ചാലിൽ താൽക്കാലികമായി മണ്ണ് മാത്രമാണ് നികത്തിയത്. മഴക്കാലമായതോടെ ചെളിവെള്ളം കെട്ടി റോഡ് പൂർണ്ണമായും ചളിക്കുളമായി. മണ്ണിട്ട കുഴികളിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങിയതോടെ വലിയ വാഹനങ്ങളുടെ ഈ വഴിയുള്ള സഞ്ചാരവും നിലച്ചു. ഓട്ടോറിക്ഷകൾ പോലും വിളിച്ചാൽ വരാറില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഒരു മാസമായി പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികളും നിർത്തിവച്ചിരിക്കുകയാണെന്ന് വാർഡംഗം രാധാകൃഷ്ണൻ പറഞ്ഞു. റോഡ് താൽക്കാലികമായെങ്കിലും ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നും അദ്ദേഹം കരാറുകാരനോട് ആവശ്യപ്പെട്ടു. കാണുന്നത് ഏകദേശം 5ഓളം കൂടിയുള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനാണ് ഈ റോഡിൻ്റെ അടിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പുതിയതായിട്ടുള്ളത് ഡിഗ്രി പേരൂർക്ക് പോണ ജലം മിഷൻ്റെ ഒരു പദ്ധതിയാണ്. ജൽജീവൻ മിഷൻ്റെ ഒരു പദ്ധതിയാണ്. അത് ഏകദേശം ഏപ്രിൽ മാസത്തിലാണ് ഇവർ ഈ കരാറുകാരൻ ഈ പണി തുടങ്ങിയത് തന്നെ. അന്ന് തന്നെ പറഞ്ഞത് ഏകദേശം 10 ദിവസം കൊണ്ട് ഈ പണി തീർത്ത് സഞ്ചാരം യോഗ്യമാക്കി തരാമെന്നാണ് അന്ന് അയാളുടെ വാക്ക് തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കൂടി ലൈൻ ഇടാനുള്ള പദ്ധതി അയാൾ നീട്ടി കൊണ്ടുപോയിട്ട് ഏകദേശം ഈ മഴക്കാലമായപ്പോൾ ഏകദേശം പകുതി ദൂരമാണ് പണി പൂർത്തിയായിട്ടുള്ളൂ. ബാക്കി പൈപ്പ് ലൈൻ ഇനിയും ഇടാൻ ബാക്കിയാണ് കിടക്കുന്നത്. എന്നിട്ടും കൂടി ഏകദേശം ഒരു മാസക്കാലമായി ഇയാൾ ഈ പണി ഇവിടെ സൈറ്റിൽ വരാതെ ഈ പണി അവിടെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് ഏകദേശം നൂറുകണക്കിന് കുട്ടികൾ വിദ്യാർത്ഥികളാണ് ഈ വഴി പോകുന്നതാണ്. അവർക്ക് നടക്കാൻ പറ്റുന്നില്ല, വഴി യാത്രക്കാർക്ക് നടക്കാൻ പറ്റുന്നില്ല. വണ്ടികളായ ബൈക്കുകളാണ് സ്ഥിരം ഇവിടെ വീണ് ആക്സിഡൻറ്റ് പറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്ന നിലയിൽ താൽക്കാലികമായിട്ടെങ്കിലും ഈ സഞ്ചാരയോഗ്യമാക്കി തരണമെന്നാണ് ഇപ്പോൾ വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ദിനംപ്രതി നൂറുകണക്കിന് ഓട്ടോറിക്ഷകൾ വരുന്ന റോഡാണിത്. മങ്കര വെസ്റ്റ് UP സ്കൂൾ, TTC കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയെല്ലാം തന്നെ ഇവിടെയാണുള്ളത്. കാൽനടയാത്ര ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഏകദേശം 850 മീറ്ററോളം മങ്കര പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന റോഡാണിത്. ചാലെടുക്കണമെങ്കിൽ നിയമാനുസൃതമായ അംഗീകാരം തേടേണ്ടതുണ്ടെന്നും അതൊന്നും ഉണ്ടായിട്ടില്ലെന്നും മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് വിനീതയും വൈസ് പ്രസിഡന്റ് KR ഷാജീവും മാധ്യമങ്ങളോട് പറഞ്ഞു. റോഡ് താൽക്കാലികമായെങ്കിലും ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി നൽകണമെന്ന് ഇരുവരും കരാറുകാരനോട് ആവശ്യപ്പെട്ടു. സദനം റോഡിലേക്ക് പോകുന്ന റോഡ് പൊളിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ജലജീവൻ മിഷന്റെ പൊളിച്ചിട്ട ഭാഗമാണ്. അപ്പോൾ അടിയന്തരമായി അത് നടത്തിപ്പിന് വേണ്ടി ഞങ്ങൾ വേണ്ടപ്പെട്ട അധികൃതരെ കാണാൻ വേണ്ടി ശ്രമിക്കും. ഒരു കുടിവെള്ള പദ്ധതി ആയതുകൊണ്ട് അതിന് എതിർപ്പൊന്നും ഭരണസമിതി നിന്നില്ല. ഇപ്പോൾ അത് ഗതാഗതത്തിന് തീരെ യോഗ്യമല്ലാത്ത വിധത്തിൽ വാഹനങ്ങൾ പോകാൻ പറ്റാത്ത വിധത്തിൽ അവിടുത്തെ പ്രദേശവാസികൾ ഒന്നടങ്കം പഞ്ചായത്തിനെ സമീപിക്കുകയാണ്. എന്തുതന്നെയായാലും എത്രയും പെട്ടെന്ന് അത് ഗതാഗത യോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ആ വാട്ടർ അതോറിറ്റിയെ ബന്ധപ്പെട്ടിരുന്നു. അതാണ് അവസാനമായിട്ട് എത്രയും പെട്ടെന്ന് അത് നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടർക്ക് ഉടൻ പരാതി നൽകുമെന്ന് പ്രദേശവാസി കൂടിയായ സതീഷ് കുമാർ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല, അവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇവിടെ ഇപ്പോൾ ഇന്നലെ മാത്രം 2-3 വാഹനങ്ങൾ ഈ ചാലിൽ കുടുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നാട്ടുകാർ വന്നിട്ടാണ് ഇതിനെ അവരെ പൊക്കിയെടുത്ത് അവരെയൊക്കെ പറഞ്ഞയച്ചത്. അപ്പോൾ സ്ഥിതി വളരെ ദുരിതപൂർണ്ണമാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ജീവിതം. അപ്പോൾ ഞങ്ങൾ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഞങ്ങൾ കൂടിയാലോചിച്ചു. ഞങ്ങൾ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ നാളെ തന്നെ ഞങ്ങൾ കളക്ടറെ ഈ വിഷയം ധരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.